പ്രിയപ്പെട്ട റോബി, കെസിയ, നിങ്ങൾ വിവാഹിതരാകുന്നതിൽ ഈ ഇടവക വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളെപ്പോലെ ഓരോരുത്തരും വിവാഹിതരാകുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കും. ഇന്ന് നിങ്ങൾ വിവാഹിതരായതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് രണ്ടുപേരും നല്ല മിടുക്കനും മിടുക്കിയുമായ വധുവരന്മാരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നിങ്ങൾ പ്രാർത്ഥനാശീലമുള്ള കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ദൈവത്തിൻ്റെതാണെന്ന് ഓർത്തോളൂ. പ്രിയപ്പെട്ട അച്ഛനിപ്പം വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പലപ്പോഴും കല്യാണത്തിന് വായിക്കുന്ന പലതും ആരും കേൾക്കത്തില്ല. കല്യാണത്തിന് മുമ്പ് പറയുന്നതും കേൾക്കും, കല്യാണം കഴിഞ്ഞ് പറയുന്നതും കേൾക്കും. കല്യാണ സമയത്ത് പറയുന്നത് കേൾക്കത്തില്ല. 2-3 കാര്യം അച്ഛൻ പറഞ്ഞു. നിനക്ക് വിശന്നിരിക്കേണ്ടി വന്നാലും ഇവക്ക് ആഹാരം കൊടുക്കണം. നിനക്ക് വസ്ത്രമില്ലാതെ നടക്കരുത്. വസ്ത്രത്തിന് ക്ഷാമം ഉണ്ടായാലും ഇവൾക്ക് കൊടുക്കണം. നിനക്ക് എന്തിനെങ്കിലും പോരായ്മ ഉണ്ടായാൽ ആ പോരായ്മ ഇവൾക്ക് പോരായ്മയാക്കരുത്. അവളെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞ നിന്റെ അപ്പനും അമ്മയെ നോക്കുന്ന പോലെ. നിന്റെ അപ്പനും അമ്മയും കൂടെ നല്ല സ്നേഹം എനിക്കറിയാം. അവർ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അതുപോലെ വേണം ഈ കൊച്ചിനെ നോക്കാൻ. എന്നെ വിശ്വസിച്ചാ നിന്റെ അടുക്കൽ ഈ കൊച്ചിനെ പറഞ്ഞു വിടുന്നേ? ഇവരുടെ അപ്പനും അമ്മയും കൂടെ എന്തോ വിശ്വസിച്ചാ പറഞ്ഞു വിടുന്നേ? നോക്കൂ, ഭംഗിയായിട്ട് നോക്കണം. വഴക്കുണ്ടാക്കൽ ഇവനെ. അവനോട് ചേർന്ന് നിൽക്കണം. പരസ്പര പൂരകങ്ങളായിരിക്കണം. ഒരാളിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് തീർക്കണം മറ്റേ ആൾ. തീർക്കുന്ന കൈകൊണ്ടല്ല, തീർക്കുക എന്ന് പറഞ്ഞാൽ ആ പോരായ്മയെ പൂർത്തീകരിച്ചു കൊടുക്കണം. അവക്ക് അത് കുഴപ്പമുണ്ട്, ഇത് കുഴപ്പമുണ്ട്, അങ്ങനെ കുഴപ്പമുണ്ട്, 100 കൂട്ടം കുഴപ്പം കണ്ടുപിടിക്കരുത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ കുഴപ്പം അവിടെ ഇരിക്കട്ടെ. നന്മ വേറെ ഒത്തിരി ഉണ്ടല്ലോ, അല്ലേ? ആ നന്മയെ കണ്ട് സ്നേഹിക്കാനും സ്വീകരിക്കാനും പഠിക്കണം. പോരായ്മകൾ ഹൈലൈറ്റ് ചെയ്താൽ എല്ലാവർക്കും പോരായ്മയുണ്ട്. എന്നാൽ നന്മയെ നോക്കിയാൽ, ആ നന്മ നോക്കിയാൽ നമുക്ക് പരസ്പരം സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവളിലുള്ള നന്മയെ വേണം നോക്കാനായിട്ട്. ഈ റോബിയിലുള്ള നന്മയെ വേണം നോക്കാനായിട്ട്. നിങ്ങൾ രണ്ടുപേരും നല്ല വിദ്യാഭ്യാസമുള്ളവരാ, എനിക്കറിയാം. അനുഗ്രഹീതമായി ജോലി ചെയ്യുന്നവരാ. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാവും, സമ്പാദ്യങ്ങൾ ഉണ്ടാവും. സാധാരണഗതിയിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, 2 പേർക്ക് സ്വന്തമായി സമ്പാദ്യങ്ങളൊക്കെ ആകുമ്പോൾ 2 പേരും പരസ്പരം അംഗീകരിക്കാത്ത ഒരു രീതിയിലേക്കാണ് കാണുന്നത്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നീ നിന്റെ കാര്യം നോക്കൂ. ആദ്യം ചെയ്യേണ്ടത് 2 പേരും കൂടെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. തന്നെ അല്ല, ഒത്തൊരുമിച്ചുള്ള പോക്കായിരിക്കണമല്ല. ഇനി ബസ്സിൽ കയറുമ്പോൾ 2 ടിക്കറ്റ് എടുത്തോണം. 2 പേരുടെ ടിക്കറ്റ് എടുക്കണം. നീ ഒരു സാധനം വാങ്ങിച്ചാൽ അവൾക്ക് വേണ്ടിയും കൂടെ വാങ്ങിക്കണം. വഴിയിൽ നിന്ന് ഉഴുന്നുവട കഴിച്ചേച്ച് വരുമ്പോൾ അവൾക്ക് 2 എണ്ണം അവൾക്ക് വാങ്ങിച്ചേച്ച് വരണം. ആ വിധത്തിൽ അവളെ കരുതുന്നു എന്ന് കാണുമ്പോഴാണ് അവൾക്ക് നിന്നോട് സ്നേഹം കൂടും. പരസ്പരം മത്സരിക്കണം കരുതാൻ വേണ്ടി. സുഖത്തിലും ദുഃഖത്തിലും മത്സരം. ഇവക്കിപ്പം തലവേദനയായിട്ട് കിടക്കാന്ന് നീ എന്തോ എടുക്കും? മരുന്ന് വരട്ടിയും കൊടുക്കണം, അടുത്തിരിക്കുകയും ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? ഇവന് നടുവേദനയാന്ന് നീ എന്ത് കൊടുക്കും? ടൈഗർ ബാമൊക്കെ അവൻ കുറച്ച് തൂത്തു, നീയും തൂത്തു കൊടുക്കണം, അവന്റെ കൂടിരിക്കണം. സ്നേഹമെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. പരസ്പരം സ്നേഹിക്കുന്ന, കരുതുന്ന, ഏറ്റവും ആത്മാർത്ഥതയോടെ കരുതുമെന്ന് കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്മാറാൻ തോന്നില്ല. മരണം വരെ ഇനി നിങ്ങൾ ഒന്നാ. ഞങ്ങൾ കൈകൾ ചേർത്ത് വെച്ച് ഏവൻഗേലിയോൻ വായിക്കുന്നത് വരെ നിങ്ങൾ 2 ആയിരുന്നു. മാർത്തോമാ സഭയുടെ രീതി അനുസരിച്ച് വേദപുസ്തകം വായിച്ച് കൈകൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി 2 ആകാൻ ഒക്കത്തില്ല എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിക്കോണം. ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കിക്കോണം. ഇവൻ പറയുന്ന എല്ലാം അതുപോലെ അനുസരിക്കരുത്. അവള് പറയുന്ന എല്ലാം അതുപോലെ അനുസരിക്കും. ഇടയ്ക്ക് ഇച്ചിരി വഴക്കുണ്ടാക്കണം. പക്ഷെ വഴക്കുണ്ടാക്കിയ ചെന്ന എടുക്കണമെന്ന് അറിയാമോ? വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് പരസ്പരം പറഞ്ഞ് തീർത്ത് പ്രാർത്ഥിക്കാൻ അറിയാമോ? പ്രാർത്ഥിച്ചിട്ട് കിടക്കാവും. നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാം? ഇവൻ പ്രാർത്ഥിക്കുന്നവനാ, എനിക്കറിയാം. അപ്പം പ്രാർത്ഥിച്ച് വേണം കിടക്കാൻ, അല്ലാതെ കിടക്കരുത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 പേരും ജോലിക്കെന്ന് പറഞ്ഞാൽ പോകരുത്. 2 പേരും ഒത്തൊരുമിച്ചിരുന്ന് കട്ടിലേലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കാം. പരസ്പരം സ്നേഹിക്കണം. ഇവനെ നല്ലതായിട്ട് പ്രേമിക്കണം.
അതറിയാം. നന്നായിട്ട് പ്രേമിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ വർത്തിക്കണമെന്ന് എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിനകത്ത്. സ്നേഹം മാത്രം പോരാ, പ്രേമം കൂടെ വേണം. സ്നേഹത്തിൽ നിന്ന് ഇച്ചിലൂടെ കൂടിയതായി പ്രേമം. പ്രേമം വന്നാൽ പിന്നെ കണ്ണ് കാണത്തില്ല. അതുകൊണ്ട് പ്രേമിക്കണമെന്ന് പറഞ്ഞാൽ ഇനി ഇവനെ മാത്രമേ പ്രേമിക്കാവൂ, വേറെ ഒരാളും പ്രേമിക്കരുത്. ലോകത്തിൽ ഒരാളും നിന്റെ കണ്ണിന് മുൻപിൽ ഇനി വലുതല്ല. ഇനി ലോകത്തിൽ ഒരു പെണ്ണും നിന്റെ കണ്ണിന് മുമ്പിൽ വലുതല്ല. കെസിയ ഏറ്റവും വലുത്. വഴിയെ നമ്മൾ പോകുമ്പോൾ സൗന്ദര്യമുള്ള വേറെ ആളുകളൊക്കെ കാണുമായിരിക്കും. ഇനി നിന്റെ കണ്ണിൽ ഇതിൽ കൂടുതലൊരു സൗന്ദര്യം അറിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മലയാളത്തിലാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയണോ? വേണ്ട. അപ്പൊ മനസ്സിലാവുന്നു. പരസ്പരം അങ്ങനെ സ്നേഹിക്കണം. എന്നാൽ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വിജയത്തിന്റെ അടിസ്ഥാനം ഉഴുന്നുവട വാങ്ങിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകുന്നതൊന്നും അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമിച്ച് ദൈവത്തെ വിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. ഭവനത്തിലിരുന്ന് കുടുംബ പ്രാർത്ഥന നടത്തണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാതാവും പിതാവും ഉണ്ടല്ലേ? ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ രണ്ട് അപ്പന്മാരും ഈ രണ്ട് അമ്മമാരുമാണ്. വേദോസ്വത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യയോട് പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ അപ്പനെ അവൻ ഉപേക്ഷിക്കുക എന്നല്ല അതിനകത്ത് അർത്ഥം. അത് വേദോസ്വം വായിക്കുമ്പോൾ പഠിക്കുന്നവർക്കേ അറിയത്തു. ഭാര്യയോട് പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ ഇനി നിനക്ക് ഇവള് വളരെ പ്രധാനപ്പെട്ട ആളാ. ചിലരുണ്ട് ഈ കല്യാണം കഴിച്ചാലും അമ്മ പറയുന്ന പോലെ കേൾക്കത്തുള്ളൂ. ചിലരുണ്ട് അപ്പം പറയുന്ന പോലെ കേൾക്കത്തുള്ളൂ. അവള് പറയും എനിക്കൊരു സാരി, ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ ഒരു സാരി വാങ്ങിക്കണോ. അവൾക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ഇനി അമ്മയോടല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കണം. സാരി വാങ്ങിക്കണോ ഉടുപ്പ് വാങ്ങിക്കണോ നിങ്ങൾ രണ്ടും കൂടെ തീരുമാനിക്കണം. അല്ലാതെ നാട്ടുകാരല്ല തീരുമാനിക്കുന്നു. നല്ല മര്യാദയ്ക്ക് വർത്താനം പറയണം. ദേഷ്യം കൂടുതലുണ്ടോ? ഇല്ല. നിനക്കുണ്ടോ? ഇല്ല. ഒരു മര്യാദയ്ക്ക് വേണം വർത്താനം പറയാൻ. നല്ല വാക്കുകൾ പറയണം, സ്നേഹത്തോടുകൂടി പറയണം, സന്തോഷിക്കുന്ന രീതി. ഇദ്ദേഹം കയറി വരുമ്പോ എപ്പോഴും ചിരിച്ച മുഖം കാണിക്കണം. ഇവള് നല്ല ചിരിയുള്ള ഒരു പെങ്കൊച്ച, ചിരിച്ച മുഖം കാണിക്കണം. നിന്റെ ഈ മീശയൊക്കെ ഇച്ചൂടെ കുറച്ചിട്ട് നല്ല ചിരിക്കുന്ന മുഖം കാണിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവളെപ്പോ കയറി വരുമ്പോൾ സന്തോഷത്തിന്റെ ഒരു മുഖമായിരിക്കണം നിന്റെ മുഖം. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ അനുഗ്രഹീതരായി ജീവിക്കുന്ന ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നത് എന്നാന്നറിയാമോ? എന്റെ മക്കൾ സന്തോഷത്തിൽ കഴിയുന്നു. സന്തോഷം. നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ കിട്ടുമ്പോൾ ജോലിയൊക്കെ നല്ലതുണ്ടാക്കിക്കോ. സമ്പത്ത് കിട്ടുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അല്പം പൈസ മാറ്റി വെക്കണം. എന്തിനാണെന്നറിയാമോ? സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം. നിങ്ങൾക്ക് ഈ പൈസ എല്ലാം കൂടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ 50,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 50,000ത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു 5,000 രൂപ സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം. രണ്ടുപേരും കൂടി. കേൾക്കുന്നു ഞാൻ പറയുന്നത്? ഇവിടെ ചോദിക്കും, ഞാൻ നേരം തരണം. അതിനായി പറയുന്നത് സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം, ദൈവികമായ കാര്യങ്ങൾ കൊടുക്കണം. അതിനൊക്കെയായി സമ്പത്ത് തരുന്നത്. നിങ്ങൾക്ക് ദൈവം തലമുറകളെ ദാനം ചെയ്യും. ദാനം ചെയ്യുമ്പോൾ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കണം. മാതാപിതാക്കളെ സ്നേഹിക്കണം. അദ്ദേഹത്തിനൊരു സഹോദരിയുണ്ട്, അദ്ദേഹത്തിനൊരു സഹോദരനും. ഇനി നല്ല ഒരു അളിയനെ കിട്ടി. അളിയനങ്ങ് പൊക്കോളും, കാനഡായി പൊക്കോളും, ശല്യമൊന്നുമില്ല, അങ്ങ് പൊക്കോളും. ആ അളിയനെ നല്ല അളിയനായിട്ട് സ്നേഹിക്കണം, കരുതണം. ആ കുടുംബത്തെ മുഴുവനായിട്ട് സ്നേഹിക്കണം. ഈ സഹോദരിയെ സ്നേഹിക്കണം. അവള് നല്ല മിടുക്കിയ ഒരു പെൺകുട്ടിയാണ്, നല്ല ചിരിയൊക്കെ ഉള്ളൊരു വെച്ച. അവളെ നല്ലതായിട്ട് സ്നേഹിക്കണം. നിങ്ങൾ ഒത്തൊരുമിച്ച് സന്തോഷത്തിൽ കഴിയുമ്പോൾ ഈ ഇടവക സന്തോഷിക്കും. ഞാൻ നിങ്ങൾക്ക് ഈ ഇടവകയുടെ സമ്മാനമായിട്ട് നൽകുന്നത് ഏറ്റവും വിലയുള്ള ഒരു സാധനം. ഇതെന്തോന്നറിയാം? ബൈബിൾ. രണ്ടുപേരും കൂടെ പിടിച്ചേ. ഇതാണ് ഈ ദേവാലയത്തിന് നിങ്ങൾക്ക് തരാനുള്ള സംഭാവന. ഇതുകൊണ്ട് ഒരു കടലാസ് ഇട്ട് പൊതിഞ്ഞ് നിങ്ങളുടെ ഷോക്കേസിന്റെ അടിയിൽ കൊണ്ട് വെക്കരുത്. എന്തോ എടുക്കും? വായിക്കും. രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത് ഉപയോഗിക്കണം. ഇപ്പൊ അദ്ദേഹത്തിന്റെ കൊടുത്തേ. അങ്ങനെ ക്രിസ്തീയമായ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു. ഈ ഇടവകയുടെ പേരിൽ ആശംസിക്കുന്നു. തമ്പുരാൻ അതിന് നിങ്ങളെ സഹായിക്കുമാറാവും. എല്ലാവർക്കും എഴുന്നേൽക്കാം.